ഞങ്ങൾ ഇന്ന് ഹോട്ട് പോട്ട് കഴിക്കാൻ വന്നേക്കുന്നത് ചൈനയിലെ ഏറ്റവും വലിയ ബ്രാൻഡഡ് ഹോട്ട് പോട്ട് സ്റ്റോറായ ഹൈദിലാവിലോട്ടാണ്. ഇവർക്ക് ലോകം മൊത്തം 1400 സ്റ്റോഴ്സ് ഉണ്ട്. ഈ ബ്രാൻഡ് ഇത്രയും ഫേമസ് ആവാൻ മെയിൻ കാരണം ഇവരുടെ സർവീസാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ ഹോട്ട് ടവൽസും പിന്നെ ഓർഡർ ചെയ്യാൻ വേണ്ടി ഐപാഡും. ഇവിടെ നമുക്ക് പല സ്റ്റൈലിലും ഹോട്ട് പോട്ടിൻ്റെ ബേസ് സെലക്ട് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത് 2 ടൈപ്പിലുള്ള ബേസാണ്. പിന്നെ അപ്പുറ സൈഡ് ഉള്ളത് വെറും പച്ചവെള്ളം കേട്ടോ. ഇതാണ് ഇവരുടെ കോംപ്ലിമെൻ്ററി ഐറ്റത്തിൻ്റെ ഏരിയ. ഈ വെച്ചേക്കുന്നതെല്ലാം നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. സ്നാക്സും ഫ്രൂട്ട്സും കൂടാതെ ഒരു സൂപ്പുണ്ട്. ഈ ചെറിയ ചെറിയ കള്ളികളിൽ വെച്ചേക്കുന്നത് പലതരം സ്പൈസസും സോസുകളുമാണ്. ഇത് നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് മിക്സ് ചെയ്ത് സ്വന്തമായിട്ട് സോസ് ഉണ്ടാക്കാം. ഇവിടെ എല്ലാത്തിൻ്റെയും പേര് ഇംഗ്ലീഷിലും ചൈനീസിലും എഴുതി വെച്ചിട്ടുണ്ട്. സോസൊക്കെ ഉണ്ടാക്കി ഞങ്ങളിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് കുക്കിംഗ് ടൈം. ഈ ബേസ് ഒന്ന് തിളച്ച് വന്നിട്ട് വേണം ഈ ഐറ്റംസ് ഓരോന്നായിട്ട് എടുത്ത് അതിലേക്ക് ഇട്ട് കുക്ക് ചെയ്യാൻ. ചിന്നു ആണെങ്കിലോ തിന്നാൻ വേണ്ടി മുട്ടി നിൽക്കുക. ഈ ബേസ് നമുക്ക് സൂപ്പായിട്ടും കുടിക്കാം. ഞങ്ങൾ രണ്ടുപേർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോട്ട് പോട്ട് സ്റ്റോറാണ് ഇത്. ഇവിടുത്തെ ടേസ്റ്റ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ കിട്ടുന്ന എല്ലാ സാധനവും ഹൈ ക്വാളിറ്റിയും നല്ല ടേസ്റ്റുള്ള സാധനമായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ കുക്കിംഗ് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഓരോന്നായിട്ട് എടുത്ത് ഈ ചൂടൻ ബേസിലോട്ട് ഇടാം. ഈ ഇട്ട സാധനമൊക്കെ തിളച്ച് പൊന്തി വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് സോസിൽ മുക്കി തിന്നാം. ചൈനയിലെ ഏറ്റവും അധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഹോട്ട് പോട്ട്. ചിന്നുവിനും ഏറ്റവും ഇഷ്ടപ്പെട്ട ചൈനീസ് ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ അവൾ ഹോട്ട് പോട്ടിനെ പറയൂ. അവളുടെ സന്തോഷം കണ്ടില്ലേ. ഈ കടയ്ക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ കടയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു നെയിൽ സലോൺ ഉണ്ട്. ഇത് ശരിക്കും ഇവിടെ വന്ന് കഴിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഫ്രീ ആയിട്ടുള്ളൊരു സർവീസാണ്. ചിന്നു കുറേ നാളായിട്ട് നെയിൽ പോളിഷ് ഒന്നും ചെയ്തേണ്ടായില്ല. സോ അതിനു വേണ്ടിയും കൂടിയാണ് ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. ഇവിടെ ഏതെങ്കിലും നെയിൽ സലോണിൽ ഇത് ചെയ്യണമെങ്കിൽ 35 തൊട്ട് 70 RMB വരെയും ചിലവുണ്ട്. ഇതാണ് ചിന്നുയുടെ മണി സേവിങ് ടെക്നീക്ക്. കോംപ്ലിമെൻ്ററി ആണെങ്കിലും നല്ല പ്രൊഫഷണൽ രീതിയിൽ അവർ മാനിക്യൂർ ചെയ്ത് തരും കേട്ടോ. അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫ് വന്ന് പാടി തരും. കൂടാതെ കുറേ കോംപ്ലിമെൻ്ററി ഗിഫ്റ്റ്സും കിട്ടും. ഞങ്ങളുടെ ഭക്ഷണമൊക്കെ തീരാറായി. ഇനി അവസാനമായിട്ട് ഒരു ഡാൻസിങ് നൂഡിൽ ഷോ. ഈ പുള്ളി ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നൂഡിൽസാണ്. അത് ഈ പുള്ളി ഇങ്ങനെ ഡാൻസ് ചെയ്ത് ഇതിനെ വലിച്ച് നീണ്ടൊരു നൂഡിലാക്കി മാറ്റും. പുള്ളിയുടെ പെർഫോമൻസ് കണ്ടിട്ട് ഏതോ ഒരു കുംഫു മാസ്റ്റർ ആയിരുന്നു എന്നാണ് തോന്നണേ. ഞങ്ങളിവിടെ തിന്ന് ഏകദേശം വയറ് നിറഞ്ഞ് പൊട്ടാറായിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് 3 പേരുടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നാണ് തോന്നണേ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഹോട്ട് പോട്ട് സ്റ്റോറിലെ വിശേഷങ്ങൾ. ഈ നൂഡിൽ കൂടി തിന്ന് തീർത്താൽ ഞങ്ങളുടെ ഇവിടുത്തെ പരിപാടി തീരും. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.